9 വർഷത്തിനിപ്പുറം ഈ സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ തികഞ്ഞ ഔചിത്യ ഭംഗിയുണ്ട് എന്ന് സാന്ദർഭികമായി പ്രസ്താവിക്കട്ടെ. നാം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിവരണത്തിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു 5000 കോടി രൂപ അതിനായി ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നത് പോലുള്ള സൗകര്യങ്ങൾ ഒട്ടേറെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു. സ്മാർട്ട് ക്ലാസ് റൂം, നല്ല സൗകര്യമുള്ള ലൈബ്രറികൾ, കുട്ടികൾക്ക് എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങളൊരുക്കൽ, സ്മാർട്ട് സ്കൂളുകൾ, ഹൈടെക് സ്കൂളുകൾ എല്ലാം കേരളത്തിൽ ഒരുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അക്കാദമിക് മികവിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായി കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ കുട്ടിയും അതത് ക്ലാസ്സിൽ പാഠ്യപദ്ധതിയിൽ വിഭാവനം ചെയ്ത പഠന ലക്ഷ്യങ്ങൾ നേടിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതില് കുട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. കുട്ടിയേക്കാളും ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് എന്നത് ഓർമ്മിക്കേണ്ട കാര്യമാണ്. കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം.